ബ്രസീലിനെ രക്ഷിച്ചെടുക്കാൻ ആഞ്ചലോട്ടിയുമായിട്ട് വീണ്ടും CBF കോൺടാക്റ്റ് നടത്തി എന്നാണ് ഇപ്പോൾ ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലോബോ മാത്രമല്ലെന്നേ, ദി അത്ലറ്റിക്കും മറ്റു മാധ്യമങ്ങളും ഈവൻ ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ ഈ ഒരു സാധ്യത ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടേ ഏതായാലും ആഞ്ചലോട്ടി വരികയാണെങ്കിൽ എത്തുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് റയൽ മാഡ്രിഡുമായിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ട്. അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ ജൂൺ മാസത്തിലെ രണ്ട് മത്സരങ്ങൾ, ഇൻ്റർനാഷണൽ ബ്രേക്കിലെ 2 മത്സരങ്ങൾ അത് കളിക്കാൻ ബ്രസീൽ ഡൊറിവാൾ ജൂനിയർ നിലനിർത്തുമോ, അതല്ല ഇനി ഒരു ഇൻട്രീം കോച്ചിനെ വെക്കുമോ, അതൊക്കെ കണ്ടറിയണം. ആഞ്ചലോട്ടി കൺഫേംഡ് ആയി എന്നല്ല പറയുന്നത്, സാധ്യത അവിടെ തുറന്നിടപ്പെടുകയാണ്. ആഞ്ചലോട്ടിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ചോദ്യം, ആഞ്ചലോട്ടി വന്നാൽ മാത്രം എല്ലാം ശരിയാവുമോ? ബ്രസീലിൽ ഇപ്പോഴും ലോകോത്തര താരങ്ങളുണ്ട്, അവരെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആഞ്ചലോട്ടിയിലൂടെ എല്ലാത്തിനും പരിഹാരമാകുമോ? ഇന്ന് കണ്ടൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, ബ്രസീലിന് പഴയ മികവിലേക്ക് തിരികെ എത്താൻ അവർ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, അവരുടെ ആ ഒരു റെസിലിയൻസും ആ ഒരു സന്തോഷവും, കളിക്കളത്തിലുള്ള സന്തോഷം, കളിക്കളത്തിന് പുറത്തുള്ള സന്തോഷം, അതും തിരികെ പിടിക്കേണ്ടതുണ്ട്. എൻജോയ് ചെയ്ത് വീണ്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, നെയ്മർ ജൂനിയറെ വീണ്ടും എനർജൈസ് ചെയ്ത് ടീമിൻ്റെ ലീഡറായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റണം. അത് ടീമിനുണ്ടാക്കുന്ന ശക്തി വളരെ വലുതായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഡൊറിവാൾ ജൂനിയറെ റീപ്ലേസ് ചെയ്യണം. അദ്ദേഹത്തെ സാക്ക് ചെയ്ത് പുതിയൊരു കോച്ചിനെ കൊണ്ടുവരണം. ഡൊറിവാൾ മികച്ച കോച്ചൊക്കെ തന്നെയാണ്, പക്ഷേ അത് പോരാ. ടീമിനെ വീണ്ടും ഉത്തേജിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി വരണം എന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. അപ്പോൾ മികച്ച പ്രൊഫൈല് ആഞ്ചലോട്ടി തന്നെയാണ്.